ആദ്യം തന്നെ എല്ലാവരോടും വളരെ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടെ നന്ദി പറയുകയാണ്. എൻ്റെ ചാനൽ ഇപ്പോൾ 100 സബ്സ്ക്രൈബേഴ്സായി. വളരെ സന്തോഷമുണ്ട്. എല്ലാവർക്കും വളരെയധികം നന്ദി ഞാൻ പറയാണ്. ഇന്നത്തെ വീഡിയോയിൽ കാണുന്നത് ഞാൻ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ കാണാൻ പോയതാണ്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ വെച്ച് മീറ്റ് ചെയ്യാറുണ്ട്. എനിക്ക് ചെറിയൊരു പോസ്റ്റ് തന്നു. കാരണം ഞാൻ 4 മണിക്ക് ഓഫീസിൽ നിന്ന് ഇറങ്ങി. ചേച്ചി ഇറങ്ങുമ്പോഴത്തേക്കും 5:30 ആവും. ഞാനിപ്പോൾ അത്ര നേരം തൃപ്പൂണിത്തുറയിൽ തന്നെ വെയിറ്റ് ചെയ്തു. അപ്പോൾ ഞാൻ ഇരിക്കുന്നതിൻ്റെ അവിടെ 2 പട്ടികൾ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു അതുങ്ങളുടെ വീഡിയോയും കൂടി എടുക്കാമെന്ന് ഓർത്തിട്ട് വലിയ കാര്യത്തിന് ഞാനിങ്ങനെ വീഡിയോ എടുത്തിരിക്കണം. അപ്പോൾ അതിന് തീരെ ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ മോളിൽ നിന്ന് ആ പട്ടി ഓടി ഇറങ്ങി എൻ്റെ നേർക്ക് തന്നെ കടിക്കാൻ വന്നു. ഞാനിപ്പോൾ തന്നെ എണീറ്റ് ഓടി. അവിടെ കുറച്ച് ആൾക്കാർ നിൽക്കുന്നുണ്ടായിരുന്നു ബസ് സ്റ്റോപ്പിൽ. അപ്പോൾ അങ്ങോട്ട് ചെന്ന് നിന്ന്. എന്നിട്ട് ഞാൻ വിചാരിച്ചു അവിടെ ഇരിക്കുന്നതിന് ശരിയല്ല. അങ്ങനെ ഞാൻ തൃപ്പൂണിത്തുറ കഫേ സ്ട്രീറ്റിലേക്ക് ചെന്നു. അപ്പോൾ ഞാൻ ചേച്ചിയുടെ അടുത്ത് അവിടെ വരാനാ പറഞ്ഞത്. ചേച്ചി എന്നൊന്നും ഞാൻ വിളിക്കാറില്ല സാധാരണ. പ്രായത്തിന് എന്നെക്കാൾ മൂത്തതാണെങ്കിലും ബഹുമാനക്കുറവെന്നുള്ളതുകൊണ്ടല്ല കേട്ടോ. ഞങ്ങള് ചേച്ചി ഇത് വിളിച്ചാൽ സെറ്റ് ആവൂല. അതുകൊണ്ടാ ഞാൻ സാധാരണ സോന, സോനാര, സോനമ്മ, സോണിക്കുട്ടി അങ്ങനെ എന്തെങ്കിലുമൊക്കെ പേരായിരിക്കും വിളിക്കുന്നത്. സോൺ ചേച്ചിയായിട്ട് ഞാൻ അധികം നാളൊന്നും ആയിട്ടില്ല പരിചയപ്പെട്ടിട്ട്. എങ്കിലും ഞങ്ങളുടെ വൈബ് ഏകദേശം സെയിം ആണ്. എൻ്റെ പല കാര്യങ്ങളിലും സോണി ചേച്ചിയുടെ അടുത്താണ് ഞാൻ അഭിപ്രായങ്ങൾ ചോദിക്കുന്നതും സോണി ചേച്ചി പല കാര്യങ്ങളും പറയുന്നതും. ഞങ്ങൾ കുറേ കാര്യങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. അതിപ്പോൾ കണ്ടിരിക്കുന്നവർക്കും കേട്ടിരിക്കുന്നവർക്കും എന്തൊക്കെയാ തോന്നണതെന്ന് നമുക്കറിയില്ല. നമുക്ക് വീട്ടിലാണെങ്കിലും സോണി ചേച്ചീനെ എല്ലാവർക്കും അറിയാം. സോണി ചേച്ചിയുടെ വീട്ടിലും ഞങ്ങളുടെ ഫാമിലി അറിയാം. അങ്ങനെ നമ്മൾ നല്ലൊരു ഇങ്ങനെ നമ്മൾ ഇത്രയും ഫ്രണ്ട്സ് ആവുമെന്ന് ഞങ്ങൾ പോലും വിചാരിച്ചിട്ടില്ല ശരിക്കും. സത്യം പറഞ്ഞാൽ കുറേ കാര്യങ്ങളിൽ സോണി ചേച്ചിയുടെ സപ്പോർട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കും ലൈഫിൽ കുറേ ചേഞ്ചിങ് ആയിട്ടുണ്ട് സോണി ചേച്ചി. അങ്ങനെ അതുകൊണ്ട് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് തന്നെയാണ് അന്നും ഇന്നും സോണി ചേച്ചി. ഞങ്ങൾ മീറ്റ് ചെയ്യാറുള്ളത് മിക്കപ്പോഴും എവിടെയെങ്കിലും കഫേസിലൊക്കെ തന്നെ ആയിരിക്കും. രണ്ടുപേരും ഫുഡീസ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് അത് ചേഞ്ച് ഒന്നുമില്ല. പിന്നെ സോനനെ കണ്ട സന്തോഷത്തിൽ ഞാൻ തിരിച്ചും മറിച്ചൊക്കെ തലതിരിച്ച് ക്യാമറ വെച്ച് വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ കുറേ നേരം വർത്താനം പറഞ്ഞ് അങ്ങനെ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം വർത്താനം പറയോ വീഡിയോ എടുക്കോ. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഒരു പാഴ്സൽ അൽഫാം മന്തി മേടിച്ചു. എൻ്റെ മോള് ഒരു അൽഫാം കിട്ടാണ് ടാസോനും കൊടുത്തു. അപ്പോൾ അവർ പ്രേമലു കാണുമായിരുന്നു ഞാൻ വീട്ടിൽ വന്നപ്പോൾ. അങ്ങനെ ഞാനും കുറച്ചു നേരം ഇരുന്ന് പ്രേമലു കണ്ട് അങ്ങനെ സോൺ ചേച്ചിയായിട്ട് വർത്താനം പറഞ്ഞ് ടയേർഡായി വന്നൊരു ദിവസം ഞാൻ കിടന്നുറങ്ങി.